നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെ പോലെ തന്നെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് നടക്കുമെന്ന് നേരത്തെ മുൻകൂട്ടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. പക്ഷെ അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അത് ഞാൻ വഴിയെ പറയാം. വലിയ വിശേഷവും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചെറിയൊരു എന്നാലും അമ്മമാർക്കൊന്ന് വിഷമം വരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ബ്രഷ് ചെയ്തു. ഈ ഒരു ടാബ്ലറ്റ് എനിക്ക് ഡെയിലി കഴിക്കണം. ഭ്രാന്തിൻ്റെ ഒന്നും അല്ല, തൈറോയിഡിൻ്റെ ടാബ്ലറ്റാണ്. അപ്പോൾ അത് ഡെയിലി എനിക്ക് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും. ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിരിക്കും ഡെയിലി. അപ്പോൾ ഗുളിക കഴിച്ചു. അതിനുശേഷം ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമ്മൾ ഒരു പാൽ ഇതുപോലെ ഹാഫായിട്ട് 2 ദിവസമായിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഒരുപാട് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാൽ 2 ദിവസമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. അനിയത്തി ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. നൈറ്റായിരുന്നു. അവൾ കുറച്ച് കഴിയുമ്പോൾ വരും. പിന്നെ വാവ ഉറക്കമാണ് കേട്ടോ. പിന്നെ അമ്മ എന്നത്തെ പോലെ ചോറ് വെച്ചിട്ട് പോയിട്ടുണ്ട്. കറി എന്തെങ്കിലുമൊക്കെ വെക്കണം. മീൻ മേടിക്കണം. പിന്നെ പച്ചക്കറി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കറികൾ വെക്കണം. അപ്പോൾ അങ്ങനത്തെ വലിയ പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ റിലാക്സ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ കഴുകി വെച്ചിട്ട് പോയ പാത്രങ്ങളൊക്കെ ഒരു ബാസ്ക്കറ്റിലുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ഈ സ്ലാബിൻ്റെ അടിയിൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. പാത്രമുണ്ട്, വലിയൊരു ബേസിനുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം ഇട്ട് വെക്കുകയാണ്. പിന്നെ സ്പൂണും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കണം. അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ പാത്രം കഴുകുകയാണെങ്കിൽ അതിൽ തന്നെ വെക്കാമല്ലോ. വെള്ളം മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പാല് തിളച്ചു. അപ്പോൾ വാവയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് പാല് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ചായ അധികം കുടിക്കാറില്ല, പാലും അധികം കുടിക്കാറില്ല, നിർബന്ധിച്ച് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ പാല് ഞാൻ ഒരു ഗ്ലാസ് മാറ്റി വയ്ക്കുന്നുണ്ട്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. മുന്നേ ബൂസ്റ്റ്, ബോൺവിറ്റ, ഹോർലിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചു വെച്ചിട്ട് വേസ്റ്റായി പോകുന്നതുകൊണ്ട് തന്നെ അത് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വാങ്ങുന്നില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ബൂസ്റ്റ് ഇരിക്കുന്നത് പിന്നെ ബൂസ്റ്റ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് പാല് ഞാൻ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി പാല് നമുക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ തിളച്ചു. ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനിയത്തി വന്നത് കേട്ടോ. പിന്നെ അനിയത്തിക്കും ഒരു ഗ്ലാസ് ചായ കൊടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് കുറച്ച് സമയമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ബാക്കി കുക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ വാവയ്ക്ക് എഴുന്നേറ്റ് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നെയ്യില്ലായിരുന്നു, എണ്ണ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് അത് കൊടുക്കുകയാണ്. എനിക്കുള്ള ചായയിൽ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് കുടിക്കുകയാണ്. എനിക്ക് പാലിൽ ഇങ്ങനെ ബൂസ്റ്റ് ഇട്ട് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ചായയിലിട്ട് കുടിക്കാനാണ് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്ക് ചായയിലിട്ട് കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ വാവയ്ക്കുള്ള ബ്രെഡും അതുപോലെ ബുൾസയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോഴത്തേക്കും വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ വാവനെ ഒന്ന് ബ്രഷ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുത്തു. ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ആളെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വന്നിട്ട്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വന്ന് എൻ്റെ കൂടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ, കൈ പൊള്ളുമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴക്ക് പറയാറുണ്ട് അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ. കുറച്ചും കൂടിയൊക്കെ വലുതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാം. ഇപ്പോഴേ നമ്മൾ ഗ്യാസിൻ്റെ അടുത്തൊക്കെ കൊണ്ട് നിർത്തുന്നത് ഭയങ്കര അപകടമായിട്ടുള്ള കാര്യമല്ലേ. പിന്നെ കുറച്ച് ബദാമും അതുപോലെ കാഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഗോതമ്പ് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഗോതമ്പ്, എനിക്കും അനിയത്തിക്കും മതി, കുറച്ച് ഗോതമ്പ് ഞാൻ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു, ഒന്ന് പൊടിച്ചെടുത്തു. പൊടിയാക്കി എടുത്തില്ല, ഒന്ന് നമ്മൾ രണ്ടാക്കി കട്ടാവുന്നത് അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെക്കണം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ എത്ര വിസിൽ കേൾപ്പിച്ചിട്ടും ഗോതമ്പ് അങ്ങോട്ട് വെന്ത് വരുന്നില്ല. നമുക്ക് അരിയൊക്കെ ആണെങ്കിൽ പിന്നെയും വേവുമെന്ന് എനിക്ക് തോന്നി. ഗോതമ്പ് പക്ഷേ വെന്ത് വരുന്നതേ ഇല്ല. ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടത്, എന്നിട്ടും അതൊന്ന് നന്നായിട്ടത് കുക്കായി വരുന്നതേ ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് കുക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടാക്കൂ. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ ഗോതമ്പൊന്ന് ക്രഷ് ചെയ്ത് അതൊന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞ് ഫോണിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്താണെന്നറിയില്ല, അവൾക്ക് ഭയങ്കര ഒരു നാണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളം ഞാൻ തന്നെ കുടിച്ചു. വാവനെ വിളിച്ചില്ല, അപ്പോൾ രാവിലെ അതൊക്കെ കഴിക്കുകയല്ല, അതുകൊണ്ട് ഞാൻ ഇതും കൂടി ഇനി കൊടുത്ത് വയറ് കേടാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് തേങ്ങ ഒന്ന് ചിരകി എടുക്കുകയാണ്. തേങ്ങ അനിയത്തിയാണ് കേട്ടോ ചിരകി തന്നത്. ഇവിടുത്തെ ചിരവയിൽ എനിക്ക് ഇരുന്ന് ചിരകാൻ വേണ്ടിയിട്ട് ഒരു പാടാണ്. അപ്പോൾ ഗോതമ്പ് ഇവിടെ ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിൽ. ഒന്ന് കഴുകിയിട്ടിട്ട് കൊടുക്കുകയാണ്. അനിയത്തി തേങ്ങ ചിരകി തന്നപ്പോൾ ഞാൻ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കണം കേട്ടോ ഓരോന്നൊക്കെ. ഇപ്പം ആളെ കിട്ടാറില്ല സംസാരിക്കാനൊന്നും. ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ സമയമൊന്നും കിട്ടാറില്ല. വീട്ടിൽ ഞാൻ ചെന്നാലും ഞാനും വാവയും പകൽ സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്കായിരിക്കും. 6 മണിക്ക് അമ്മ വരും, പിന്നെ അനിയത്തി 8 മണിക്കായിരിക്കും വരുന്നത്. കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടി എടുത്ത് എൻ്റെ പാലും ആ തേങ്ങയും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വേഗം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഗോതമ്പഞ്ഞ് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് നമുക്ക് രാത്രിയൊക്കെ ഗോതമ്പ് കഴിക്കുന്നവർക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനും നല്ലതാണ്. പിന്നെ കുറച്ച് അരിയും ഉഴുന്നും ഒക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്മയാണെങ്കിൽ ഉലുവ മൊത്തത്തോടെ ഇങ്ങനെ വറുത്ത് വെച്ചേക്കും, അതുകൊണ്ട് വറുത്ത ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പച്ചയാക്കി വെക്കില്ല, വറുത്തിങ്ങനെ കുപ്പിയിലാക്കി വെച്ചേക്കും. അപ്പോൾ ഞാൻ അരി ഉഴുന്നും ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കഞ്ഞി കുടിച്ചു. കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാവയ്ക്ക് വയറുവേദനയാന്ന് പറഞ്ഞത്. ആൾക്ക് ഇടയ്ക്കിങ്ങനെ വയറുവേദന എന്ന് പറയും, പക്ഷേ ആ വയറുവേദനയുടെ ഒരിതും കാണിക്കാറില്ല. കളിച്ചുകൊണ്ടൊക്കെ നടക്കും. അത് വലിയ സീരിയസ് ആയിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടുള്ള ഇതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇന്ന് ഭയങ്കര വയറുവേദനയായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു, കമന്ന് കിടന്നു, ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാനും അനിയത്തിയും കൂടി പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ അവർ മരുന്ന് തന്നിട്ട് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ വേദന ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്, പിടിച്ചപ്പോൾ വേദന ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും അനിയത്തിയും പോയി ഭാവേനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ സമയം നല്ല താമസിച്ചു. 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. കറികളൊക്കെ വെച്ചതിന് ശേഷമാണ് അനിയത്തി ഇരുന്നു. ബാക്കി കറികളൊക്കെ ഞാൻ പെട്ടെന്ന് വയ്ക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്തതുപോലെ നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മുൻകൂട്ടി നടക്കുന്ന കാര്യം അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എത്രയും നന്നായിരുന്നെന്ന്. അപ്പോൾ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് കൊണ്ടുപോയാൽ പറ്റില്ല, ചിലപ്പോൾ നല്ല താമസിച്ചൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ചോറ് ചിലപ്പോൾ ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. ചപ്പാത്തിയും
ഉള്ളിക്കറി ഉണ്ടാക്കി കൊടുത്തു. മുട്ട ഇല്ലായിരുന്നു, അപ്പോൾ മുട്ടയും കൂടി ഇട്ടിരുന്നെങ്കിൽ മുട്ടക്കറി ആയേനെ. മുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു ഉള്ളിക്കറി പോലെ വെച്ച് കൊടുത്തു. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് അനിയത്തി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അവൾക്ക് നൈറ്റല്ലേ, അതുകൊണ്ട് തന്നെ ആൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്മ ഉണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അമ്മ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവളങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കി കൊണ്ട് പോവാറുമില്ല. ചില ദിവസങ്ങളിലൊന്നും കഴിക്കാറില്ലെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും ചായയൊക്കെ മേടിച്ച് കഴിക്കും, അങ്ങനെയേ ഉള്ളൂ. ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഫുഡൊന്നും സമയത്തിനൊന്നും അല്ല കഴിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജോലി കിട്ടിയതിന് ശേഷം. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. വാവയ്ക്കും ഒരു ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ. രാത്രി ഇനി ചോറ് കഴിച്ചില്ലെങ്കിൽ ചപ്പാത്തി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ 2 എണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി വാവയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ കറിയും റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തി അതൊന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് പച്ചക്കറിയും മീനും ഒക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ അടുക്കി പെറുക്കി വെക്കുകയാണ്. ഇത് നമ്മുടെ സാലഡ് വെള്ളരിയാണ്, വാവയ്ക്കാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഈ ഒരു വഴുതനങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മെഴുക്കുവരട്ടി വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ. പിന്നെ കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ മഞ്ഞളും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്, അതിൻ്റെ വിഷമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ മുന്തിരി മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് വെക്കണം, കുറച്ച് സമയമെങ്കിലും ഒന്ന് ഇട്ട് വെക്കണം. മുന്തിരിയിലൊക്കെ ഒരുപാട് വിഷം ചേർത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.